ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയാകെ ഇതുവരെ ഇല്ലാത്ത കാട്ടാന ഭീതിയിലാണ്. ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ കൂട്ടമായി എത്തുന്നത് പതിവാണ്. കാട്ടാന ആക്രമണത്തിൽ പോയ വർഷം ഏറ്റവും കൂടുതൽ മരണം നടന്ന ജില്ല കൂടിയാണ് ഇടുക്കി. ഒരു വർഷം മാത്രം 7 പേരുടെ ജീവനാണ് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം നയിക്കുന്നവരുമുണ്ട് ഇടുക്കിയിൽ. ചിന്നക്കനാൽ മേഖലയിൽ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് തോമസും അദ്ദേഹത്തിന്റെ കുടുംബവും. കാട്ടാനക്കലിയിൽ നിന്ന് കഷ്ടിച്ച ജീവിതം തിരികെ ലഭിച്ചയാൾ. കഴിഞ്ഞ 10 വർഷമായി ഒരു കൂലിപ്പണിക്ക് പോലും പോകാൻ അദ്ദേഹത്തിനാകുന്നില്ല. 2010-ലാണ് സംഭവം. ലോട്ടറി വിൽപ്പനയ്ക്ക് ശേഷം വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് കാട്ടാന തോമസിനെ ആക്രമിച്ചത്. തുമ്പിക്കൈ കടിച്ചതോടെ അസ്ഥി ഒടിഞ്ഞു. ഓടാൻ കഴിയാതെ വീണുപോയ തോമസിന്റെ കഴുത്തിനു താഴെ കൊമ്പുകുത്തിയിറക്കി. അവിടെ നിൽപ്പുണ്ടായിരുന്നു. വേസ്റ്റ് തിന്നോണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ട് ഞാൻ തിരിച്ച് പുറകിലോട്ട് മാറി. പുറകിലോട്ട് ഓടി തിരിച്ചു പോകാമെന്നുകൊണ്ട് വന്നൊരു പാറയുടെ പുറത്ത് കയറാനായിട്ട് വരുന്ന വഴിക്ക് ശകലം അങ്ങോട്ട് ഓടിയേ ഉള്ളൂ. എൻ്റെ പുറകെ ഓടി വന്നാണ്. ഓടി വന്നിട്ട് എന്നെ തുമ്മിക്കൊണ്ട് അടിച്ച് കാലിൻ്റെ അസ്ഥി ഒടിഞ്ഞു പോയി. ഈ കാലിൽ അടിച്ചതിൻ്റെ പാടാണ് ആ കട്ടി. പിന്നെ അതോടെ ഞാൻ വീണ് കഴിഞ്ഞിട്ടാണ് എന്നെ കൊമ്പിന് കുത്തുന്നത്. ഈ അപകടം ഉണ്ടായതിനു ശേഷം 1 രൂപയുടെ കൂലിപ്പണി പോലും ചെയ്യാൻ പറ്റാതെ ഇപ്പം ഇങ്ങനെ വികലാംഗനായിട്ട് ഇങ്ങനെ കഴിയുന്നു. ഭീതിപ്പെടുത്തുന്ന കണക്കാണ് കാട്ടാനക്കലിയിൽ ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. 2023 ജനുവരി മുതൽ ഡിസംബർ വരെ 7 പേരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മൂന്നാർ വൈൽഡ് ലൈഫിന്റെ കണക്ക് പ്രകാരം 2003 മുതൽ 2023 വരെ 49 പേരെ കാട്ടാന കൊന്നു. ഇത്തരം ജീവിതങ്ങൾ ഇടുക്കിയിലെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ആന മിനിങ്ങാന്ന് പോലെ ഈ വഴിക്ക് കൂടെ പോയിട്ടുണ്ട് സാറേ. ആനയായിട്ട് കുറച്ച് ശല്യമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇന്ന് ഈ ആഴ്ചയും കൂടി അച്ഛനമ്മയും കാണത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പിള്ളേരെ വെച്ചോണ്ടൊക്കെ ഒറ്റയ്ക്കാണ് കിടക്കുന്നത് ഇവിടെ. എൻ്റെ മുത്തശ്ശീനെ പിടിച്ചു കൊന്നത് ആന തന്നെയാ. ഈ സമയം പോലും ആയിട്ടില്ലായിരുന്നു അന്നും. അപ്പോഴാന വന്ന് ചവിട്ടിക്കൊന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അരിക്കൊമ്പനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം ശല്യമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് ആനകളൊക്കെ ഉണ്ട് ശല്യക്കാരായിട്ട്. മൂന്നാർ മേഖലയിലെ ചിന്നക്കനാലിന് പുറമെ സൂര്യനെല്ലി, BL റാം, സിംഗുകണ്ടം, കോഴിപ്പന്നക്കുടി, 301 കോളനി തുടങ്ങിയ ആദിവാസികൾ ഉൾപ്പെടെ താമസിക്കുന്ന ജനവാസ മേഖലകളാണ് കാട്ടാന ഭീതി ഉണ്ടാക്കുന്നത്. ഈ പ്രദേശങ്ങൾ കൂടാതെ ഹൈറേഞ്ചിന്റെ മറ്റു മേഖലകളായ മറയൂർ, കട്ടപ്പനയിലെ കാഞ്ചിയാർ, കുമളിയിലെ വള്ളക്കടവ്, പീരുമേട് തുടങ്ങിയ പ്രദേശങ്ങളിലും മനുഷ്യന്റെ സ്വസ്ഥത കെടുത്തുകയാണ് കാട്ടാനകൾ. എന്തെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴാണ് RRT ടീം ഒരു അലർട്ടിംഗ് സിസ്റ്റം ഇവിടെ ഉണ്ട്. അത് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ RRT ടീമിന് വേണ്ട സാഹചര്യങ്ങളില്ല. അവർക്ക് ഒരു വാഹനം ഉണ്ടെങ്കിൽ പോലും മറ്റ് പടക്കങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രകോപിച്ച് നിൽക്കുന്ന ഒരു ആനയെ തുരത്തി വിടുന്നതിന് തക്ക രീതിയിലുള്ള ഉപകരണങ്ങൾ അവർക്ക് ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം പല സാഹചര്യങ്ങളിലും ഇവിടെ കാട്ടാനിറങ്ങുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ പോയി ഓടിക്കാനൊക്കെ ഞങ്ങൾ പോകാറുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു സംവിധാനങ്ങൾ കൂടി ഉണ്ടാകണം. അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്ന വന ഭേദഗതി ബില്ല് ഞങ്ങൾക്ക് വളരെയധികം ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ്. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിൽ അനാസ്ഥ കാട്ടി വനം വകുപ്പും വഴിവിളക്കുകൾ സ്ഥാപിക്കാതെ പഞ്ചായത്തുകളും കുറ്റകരമായ അനാസ്ഥയാണ് പലയിടങ്ങളിലും തുടരുന്നത്. അത് ആന ഇറങ്ങി വന്നത് അമ്മ കണ്ടില്ല. ആണിനെ തെറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. നേരിമംഗലം വരെ പോകുന്നവര് ഉണ്ടായിരുന്നുള്ളൂ. അത് നേരിമംഗലം നമ്മുടെ ആദ്യത്തെ ആ പാലം കഴിഞ്ഞിട്ടുള്ള വഴിയിൽ ആശുപത്രി കയറ്റി അമ്മ തിരിച്ചു കൊണ്ടു. വനം വകുപ്പും ജനപ്രതിനിധികളും ഉണർന്ന് പ്രവർത്തിച്ച പ്രായോഗിക നടപടികൾ നടപ്പാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. 2012 വന്യജീവി സംരക്ഷണ നിയമം കൂടുതൽ കർശനമാക്കിയതോടുകൂടി രാജ്യവ്യാപകമായി വന്യജീവികളുടെ എണ്ണം വല്ലാതെ പെരുകി. അതുപോലെ തന്നെ എണ്ണം പെരുകിയ വന്യജീവികളെ നശിപ്പിക്കാനുള്ള നിയമം ലോകത്തെ 193 രാജ്യങ്ങളിൽ 173 രാജ്യങ്ങളിൽ ആ നിയമമുണ്ട്. ആ നിയമമില്ലാത്ത 20 രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ജീവന ഭീഷണി കൂടാതെ വ്യാപക കൃഷിനാശത്താൽ കർഷകനും വലയുകയാണ്. കൃഷിവകുപ്പിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കർഷകർക്ക് മാത്രം 1/2 കോടി രൂപയുടെ നഷ്ടം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കുകൾ പറയുന്നു. രജിസ്റ്റർ ചെയ്യാത്ത കർഷകരുടെ നാശം ഇതിലും എത്രയോ മടങ്ങാണ്. സത്വര നടപടികൾ മാത്രമാണ് പോംവഴി. അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ മരണക്കണക്കുകൾ ഭീതിജനകമാംവിധം വർദ്ധിക്കും.
ക്യാമറമാൻ MN നിതീഷിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.